ഓം സായിറാം. അധ്യായം 7. വിസ്മയാവഹമായ അവതാരം, സായിബാബയുടെ സ്വഭാവം, യോഗസാധനകൾ, സർവവ്യാപിത്വം, കുഷ്ഠരോഗി ഭക്തന്റെ സേവനങ്ങൾ, കബർദിയുടെ മകന്റെ പ്ലേഗ്, പന്തർപൂർ യാത്ര. വിസ്മയാവഹമായ അവതാരം. സായിബാബയ്ക്ക് എല്ലാ യോഗസാധനങ്ങളും അറിയാമായിരുന്നു. 6 സമ്പ്രദായങ്ങളും ബാബയ്ക്ക് അറിയാമായിരുന്നു. അതിൽ ധൗതി, അതായത് 22 അടി നീളം 3 ഇഞ്ച് വീതിയുള്ള തുണി നനച്ച് വിഴുങ്ങി വയർ ശുദ്ധിയാക്കൽ, ഖണ്ഡയോഗം, അതായത് അവയവങ്ങൾ വേർപെടുത്തി യോജിപ്പിക്കൽ, സമാധി മുതലായവയും ബാബയ്ക്ക് നല്ല വശമായിരുന്നു. ബാബ ഹിന്ദുവാണെന്ന് നിങ്ങൾ ധരിച്ചാൽ കാഴ്ചയിൽ ഒരു മുസ്ലിം പോലെ തോന്നും. മുസ്ലിം ആണെന്ന് ധരിച്ചാൽ കാഴ്ചയിൽ ഒരു ഭക്തനായ ഹിന്ദു പോലെ തോന്നും. യാതൊരാൾക്കും ബാബ ഹിന്ദുവോ മുസ്ലിമോ എന്നറിയില്ല. രാമനവമി ഉത്സവവും ചന്ദന എഴുന്നള്ളിപ്പും ബാബ ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചു. ഈ ഉത്സവത്തിന് ഗുസ്തി മത്സരം നടത്തി സമ്മാനങ്ങൾ കൊടുത്തു. ഗോകുലാഷ്ടമിക്ക് ഗോപാലകല എന്ന അടിയന്തരം നടത്തും. ഈദ് അവസരത്തിൽ മുസ്ലിങ്ങളെ കൊണ്ട് മസ്ജിദിൽ ഖുർആൻ ചൊല്ലിക്കും. ഒരു മുഹറത്തിന് മസ്ജിദിൽ മുസ്ലിങ്ങൾ ഒരു താബൂത് ഉണ്ടാക്കി കുറച്ചു ദിവസം അവിടെ വെച്ച് എഴുന്നള്ളിപ്പായി കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. സായിബാബ അനുവദിക്കുകയും താബൂത് 4 ദിവസം വെച്ച് 5-ാം ദിവസം എഴുന്നള്ളിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. ബാബ മുസ്ലിമാണെന്ന് വാദിച്ചാൽ കാതു കുത്തിയിട്ടുണ്ട്, ഹിന്ദുവാണെന്ന് വാദിച്ചാൽ സുന്നത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് ബാബ പറയും. നാനാ സാഹിബ് ചന്ദ്രോർക്കർ സൂക്ഷിച്ചു പരിശോധിച്ചതിൽ ബാബ സുന്നത്ത് കഴിച്ചിട്ടില്ല. ബാബ ഹിന്ദുവാണെന്ന് വാദിച്ചാൽ താമസം എപ്പോഴും പള്ളിയിലാണ്. മുഹമ്മദീയനെന്ന് വാദിച്ചാൽ എപ്പോഴും കെടാത്ത അഗ്നി സൂക്ഷിക്കുന്നു. മുഹമ്മദ് മതത്തിന് വിരുദ്ധമായി തിരിക്കൽ കൊണ്ട് ധാന്യം പൊടിക്കും, മണിയടിച്ച് ശംഖു വിളിക്കും, അഗ്നിയിൽ ഹോമിക്കും, ഭജന പാടും, അന്നദാനം, ബാബയുടെ പാദത്തിന് അർഘ്യപൂജ ഇതെല്ലാം അനുവദിച്ചിരുന്നു. മുഹമ്മദീയനെന്ന് ധരിച്ചാൽ ഉത്തമ ബ്രാഹ്മണരും അഗ്നിഹോത്രികളും അവരുടെ യാഥാസ്ഥിതികത്വം മറന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കും. ബാബയുടെ സ്വദേശത്തെപ്പറ്റി അന്വേഷിക്കാൻ പോയാൽ ദർശന മാത്രയിൽ തന്നെ നിശബ്ദനായി പോവും. ഒരാൾക്കും സായിബാബ ഹിന്ദുവോ മുസ്ലിമോ എന്ന് തീർത്ത് പറയാനാവില്ല. സായിബാബയുടെ അടുത്ത ഭക്തനായ മഹൽസപതി എന്നും ബാബയോടൊപ്പം മസ്ജിദിലും ചാവടിയിലും കിടക്കലുള്ള ആളാണ്. അയാളോട് ഒരിക്കൽ സായിബാബ പത്രിയിലെ ഒരു ബ്രാഹ്മണനാണ് താനെന്നും കുട്ടിക്കാലത്ത് ഒരു ഫക്കീറിന് തന്നെ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രിയിൽ നിന്നും ചില ഭക്തന്മാർ അവിടെ വന്നതായും അവരോട് ബാബ അവിടുത്തുകാരായ ചിലരെ പറ്റി അന്വേഷിച്ചതായും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ യാതൊരു അതിശയവും ഇല്ല. യാതൊരുത്തൻ തന്റെ മുഴുവനും ദൈവത്തിങ്കൽ അർപ്പിച്ച് അഹംഭാവവും ശരീരചിന്തയും ഉപേക്ഷിച്ചിരിക്കുന്നുവോ അവർക്ക് ജാതിയും മതവുമില്ലല്ലോ. സായിബാബയെ പോലുള്ള ഒരു മഹാത്മാവിന് ജാതിയും ഒരു ജീവിയും മറ്റൊരു ജീവിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബാബ ഫക്കീർമാരൊന്നിച്ച് മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. അതേസമയം ഭക്ഷണത്തിൽ നിന്ന് നായ തിന്നാൻ പോയാൽ യാതൊരു വിഷമവും കാണിക്കുകയുമില്ലായിരുന്നു. അത്തരത്തിലുള്ള പ്രത്യേകതരം വിസ്മയാവഹമായ ഒരു അവതാരമായിരുന്നു സായിബാബ. എന്റെ പൂർവജന്മ സുകൃതത്താൽ ആ പാവന പാദങ്ങൾക്കരികിലിരുന്ന് അവിടുത്തെ സംസർഗം ലഭിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അവിടുന്ന് കിട്ടിയ ആനന്ദത്തിലും സംതൃപ്തിക്കും അതിരില്ല. സായിബാബ പരിശുദ്ധാനന്ദവും വിജ്ഞാനവുമാണ്. എനിക്ക് ബാബയുടെ മഹാത്മ്യത്തെയും മഹത്വത്തെയും വേണ്ട പോലെ വിവരിക്കാൻ കഴിയുന്നില്ല. ബാബയുടെ പാദത്തിങ്കൽ ആനന്ദം കണ്ടെത്തുന്നവനെ ബാബ താതാത്മികത്വം വരുത്തുന്നു. മോക്ഷേച്ഛുക്കളായ അനവധി സന്യാസിമാരും സാധകന്മാരും സായിബാബയെ ശരണം പ്രാപിച്ചിരുന്നു. ബാബ അവരുമായി നടക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുമെങ്കിലും സദാ നാവുകൊണ്ട് അല്ലാ മാലിക് എന്ന് പറയുമായിരുന്നു. ബാബ ചർച്ചകളും വാഗ്വാദങ്ങളും ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചിലപ്പോൾ കോപിച്ചിരുന്നെങ്കിലും ബാബ എല്ലായ്പ്പോഴും ശാന്തനും സമചിത്തനുമായിരുന്നു. എപ്പോഴും വേദാന്തത്തിന്റെ സന്ദേശം പകർന്നു കൊടുത്ത സായിബാബ ആരായിരുന്നുവെന്ന് അവസാനം വരെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. രാജാക്കന്മാരെയും ദരിദ്രന്മാരെയും ബാബ ഒരുപോലെ കണ്ടു. എല്ലാവരുടെയും അന്തർരഹസ്യം അറിയാവുന്ന ബാബ അത് പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാ ജ്ഞാനത്തിന്റെയും ഇരിപ്പിടമായിരുന്നു ബാബയെങ്കിലും അജ്ഞാനിയെ പോലെ നടിക്കുമായിരുന്നു. ബഹുമതികളെ ബാബ വെറുത്തിരുന്നു. ഇതായിരുന്നു സായിബാബയുടെ സ്വഭാവം. മനുഷ്യ ശരീരിയാണെങ്കിലും പ്രവൃത്തി കൊണ്ട് ദേവനാണെന്ന് തെളിയിച്ചു. എല്ലാവരും ബാബയെ പരമാത്മാവ് ശ്രദ്ധയിൽ അധിവസിക്കുന്നതായി കരുതിപ്പോന്നു.
സായിബാബയുടെ സ്വഭാവം. വിഡ്ഢിയായ എനിക്ക് ബാബയുടെ ലീലകൾ വർണ്ണിക്കാൻ എങ്ങനെ കഴിയും? ശ്രുതിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ബാബ പുതുക്കി പണിയിച്ചു. താത്യ പട്ടേൽ മുഖാന്തരം ഗ്രാമത്തിലുള്ള ശനി, ഗണപതി, ശങ്കർ പാർവതി, ഗ്രാമദേവത, മാരുതി എന്നീ ക്ഷേത്രങ്ങൾ നന്നാക്കിച്ചു. ബാബയുടെ ധർമ്മം കൊടുക്കലും ശ്രദ്ധേയമായിരുന്നു. ദക്ഷിണയായി വാങ്ങുന്ന പണം മുഴുവനും വീതിച്ചു കൊടുക്കലായിരുന്നു. ചിലർക്ക് 20 കായും, ചിലർക്ക് 15 കായും, ചിലർക്ക് 50 കായും വീതം ദിവസവും കൊടുക്കുമായിരുന്നു. ആ പണം കിട്ടുന്നവർ ഇത് പരിശുദ്ധ ധർമ്മമായി കരുതുകയും ബാബ ആ പണം നല്ല കാര്യത്തിന് വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നതായി അവരെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു. ബാബ ദർശനം കൊണ്ട് ജനങ്ങൾക്ക് വളരെ നേട്ടങ്ങളുണ്ടായി. പലർക്കും ആരോഗ്യം വീണ്ടുകിട്ടി. കുടിലന്മാർ നല്ലവരായി. കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചു. പലരുടെയും ആഗ്രഹം സാധിച്ചു. നീരോ മരുന്നോ ഒഴിക്കാതെ പല കുരുടർക്കും കാഴ്ച തിരിച്ചു കിട്ടി. ഞൊണ്ടികൾ സുഖമായി നടക്കാൻ സാധിച്ചു. ആ മഹാത്മാവിന്റെ മാഹാത്മ്യം ആർക്കും അളക്കാൻ കഴിഞ്ഞില്ല. ബാബയുടെ ഖ്യാതി വിദൂരദേശങ്ങളിൽ പോലും പരന്ന് തീർത്ഥാടകർ നാനാ രാജ്യത്തു നിന്നും വന്നു തുടങ്ങി. ബാബ ധ്വനിക്കടുത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ധ്യാനനിരതനാവുമായിരുന്നു. ചിലപ്പോൾ കുളിക്കും, ചിലപ്പോൾ കുളിക്കില്ല. ബാബ തലയിൽ വൃത്തിയുള്ള ഒരു വെളുത്ത തുണി കെട്ടും. ഒരു ധോത്തി ധരിക്കും, ഒരു ഷർട്ടും ധരിക്കുമായിരുന്നു. ഇതായിരുന്നു ആദ്യകാലത്തെ വേഷം. ആദ്യം രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ പരാജയമറിയാതെ ഒരു വലിയ വൈദ്യനെന്ന ഖ്യാതി പരന്നു. ഒരു പ്രത്യേക സംഭവം പറയാം. ഒരു ഭക്തന്റെ കണ്ണ് ചുവന്ന് വീർത്തിരുന്നു. ശ്രുതിയിൽ ഒരു ഡോക്ടറെയും കാണിക്കാൻ കഴിഞ്ഞില്ല. മറ്റു ഭക്തന്മാർ അയാളെ ബാബയുടെ അടുക്കൽ കൊണ്ടുപോയി. മറ്റു ഡോക്ടർമാർ ഓയിൻമെന്റ് കൊടുത്ത് അഞ്ജനം, മുലപ്പാൽ, കർപ്പൂരം ചേർത്ത മരുന്ന് മുതലായവ ഉപയോഗിക്കാൻ പറയുന്ന സ്ഥാനത്ത് ബാബയുടെ ചികിത്സ പ്രത്യേക തരത്തിലായിരുന്നു. ബാബ ബീബാകുരു, അതായത് ചേരിൻ കുരു പൊടിച്ച് 2 ഉരുളയുണ്ടാക്കി ഓരോ കണ്ണിലും വെച്ചുകെട്ടി. പിറ്റേന്ന് കെട്ടഴിച്ച് വെള്ളം കൊണ്ട് മുറിയാതെ ധാര ചെയ്തു. എല്ലാ വീർപ്പും ശമിച്ച് കണ്ണ് ചുവപ്പ് നിറം വിട്ട് സുഖപ്പെട്ടിരുന്നു. കണ്ണിന് ചേരിൻ കുരു യാതൊരു ദോഷവും ചെയ്തില്ല. പല സംഭവങ്ങളിൽ ഒന്ന് മാത്രം ഉദാഹരണത്തിന് പറഞ്ഞതാണിത്. ബാബയുടെ യോഗസാധനകൾ. ബാബയ്ക്ക് എല്ലാ യോഗസാധനങ്ങളും അറിയാമായിരുന്നു. 2 സംഭവങ്ങൾ ഇവിടെ പറയാം. 1. ധൗതി അഥവാ ശുദ്ധിയാക്കുന്ന വിധം. ബാബ മസ്ജിദിൽ നിന്ന് 3 ദിവസത്തിലൊരിക്കൽ ഒരു അരയാലിനടുത്തുള്ള കിണറ്റിൻകരയിൽ പോയി വായ് കഴുകി കുളിക്കുമായിരുന്നു. ഒരിക്കൽ കുടലുകളെല്ലാം ശ്രദ്ധിച്ച് അകവും പുറവും കഴുകി വൃത്തിയാക്കി ഒരു ജാമ്പമരത്തിന്മേൽ ഉണക്കാനിട്ടു. ഇത് കണ്ട് പലരും ശ്രുതിയിൽ ഇപ്പോഴും ഉണ്ട്. അവർ ഇത് നടന്നതാണെന്ന് പറയുകയും ചെയ്യും. സാധാരണ ധൗതി 22 അര അടി നീളം 3 ഇഞ്ച് വീതിയിലുള്ള തുണി നനച്ച് വിഴുങ്ങി അരമണിക്കൂർ വയറ്റിൽ നിർത്തി പുറത്തെടുക്കലാണ്. ബാബയുടെ ധൗതി പ്രത്യേക തരത്തിലുള്ളതാണ്. 2. ഖണ്ഡയോഗം. ഈ വിധിയിൽ ബാബ അവയവങ്ങൾ ഓരോന്നും ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്ത് മസ്ജിദിന്റെ ഓരോ ഭാഗത്ത് വെച്ചു. ഒരിക്കൽ ഒരു മാന്യൻ മസ്ജിദിൽ പോയപ്പോൾ ബാബയുടെ അവയവങ്ങൾ ഓരോന്നും ഓരോ ഭാഗത്ത് കിടക്കുന്നതായി കണ്ട് അയാൾ പേടിച്ച് ഗ്രാമത്തിൽ പോയി ബാബയെ ആരോ വെട്ടി നുറുക്കി വധിച്ചു എന്ന് വിവരം പറയാൻ ഉദ്ദേശിച്ചു. പിന്നീട് അയാൾക്ക് വല്ല കുഴപ്പവും വന്നെങ്കിലോ എന്ന് ഭയന്ന് മിണ്ടാതിരുന്നു. പിറ്റേ ദിവസം അയാൾ മസ്ജിദിൽ പോയപ്പോൾ ബാബയെ എല്ലാ അവയവങ്ങളോടും കൂടി ആരോഗ്യവാനായി ഇരിക്കുന്നത് കണ്ടു. തലേന്ന് കണ്ടത് ഒരു സ്വപ്നമായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു പോയി. ബാബ കുട്ടിക്കാലം മുതൽക്കേ യോഗാഭ്യാസം നടത്തിയിരുന്നു. ആർക്കും ബാബയിലുള്ള ജ്ഞാനത്തെപ്പറ്റി അറിഞ്ഞുകൂടാ. ബാബയുടെ ചികിത്സയ്ക്ക് യാതൊരു പ്രതിഫലവും വേണ്ടായിരുന്നു. അനവധി രോഗബാധിതരായി കഷ്ടപ്പെടുന്നവർക്ക് ബാബ ആരോഗ്യം വീണ്ടുകൊടുത്തു. ഈ ഡോക്ടർക്ക് മറ്റുള്ളവരുടെ സുഖത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതിൽ ബാബ അസഹ്യമായ പല വേദനകളും യാതനകളും അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഒരു ഉദാഹരണം താഴെ പറയാം. അതിൽ സായിബാബയുടെ സർവ്വവ്യാപിത്വവും കരുണയും വ്യക്തമാകും. ബാബയുടെ സർവ്വവ്യാപിത്വവും കരുണയും. 1910
10ാം ആണ്ടിൽ ദീപാവലി ദിവസം ബാബയുടെ അഗ്നിയായ ധുനിക്കു മുന്നിൽ ബാബ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബ ധുനിയിൽ വിറകിട്ട് തീ നന്നായി കത്തിച്ചു കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബാബ വിറകിടുന്നതിന് പകരം സ്വന്തം കൈ തീയിലിട്ട് എന്തോ എടുക്കുന്ന പോലെ കാണിച്ചു. കൈ മുഴുവൻ വല്ലാതെ പൊള്ളിക്കഴിഞ്ഞിരുന്നു. ഇത് സേവകൻ മാധവനും മാധവറാവ് ദേശ്പാണ്ഡെയും കാണുന്നുണ്ടായിരുന്നു. മാധവറാവു ബാബയുടെ അരക്കെട്ടിൽ പിടിച്ച് പിന്നോട്ട് ആഞ്ഞു വലിച്ച്, ദേവാ, എന്തിനാണിത് ചെയ്തത് എന്ന് ചോദിച്ചു. ബാബയ്ക്ക് പരിസരബോധം വന്നിങ്ങനെ പറഞ്ഞു: ദൂരപ്രദേശത്ത് ഒരു ഇരുമ്പ് പണിക്കാരന്റെ ഭാര്യ ഉലയിൽ തീയിരിക്കുന്നുണ്ടായിരുന്നു. അവളെ ഭർത്താവ് വിളിച്ചു. കുട്ടി അവളെ പിടിച്ചു നിൽക്കുന്നത് ഓർക്കാതെ അവൾ ഓടിയപ്പോൾ കുട്ടി ഉലയിൽ വീണുപോയി. ഞാൻ ഉടനെ ഉലയിൽ കൈയിട്ട് കുട്ടിയെ രക്ഷിച്ചു. എന്റെ കൈ പൊള്ളിയാൽ പോകട്ടെ, കുട്ടിയെ രക്ഷിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. കുഷ്ഠരോഗി ഭക്തന്റെ സേവനം. മാധവറാവ് ദേശ്പാണ്ഡെയിൽ നിന്നും ബാബയുടെ കൈ പൊള്ളിയ വിവരം അറിഞ്ഞ് നാനാസാഹിബ് ചന്ദ്രോർക്കർ ബോംബെയിൽ നിന്നും എല്ലാ മരുന്നുകളുമായി ഡോക്ടർ പരമാനന്ദിനെയും കൂട്ടി വന്ന് ഡോക്ടറെ പരിശോധിക്കാൻ അനുവദിക്കണമെന്ന് ബാബയോട് അപേക്ഷിച്ചു. ബാബ അത് നിരസിച്ചു. പൊള്ളിയത് മുതൽ ബാബയുടെ കൈ കുഷ്ഠരോഗി ഭക്തനായ ഭഗോജി ഷിൻഡെയാണ് കെട്ടിയിരുന്നത്. ആ ചികിത്സ പൊള്ളിയ ഭാഗം നെയ്യ് പുരട്ടി തലോടി ഒരു ഇലമേലെ വെച്ചു പട്ടീസ് കൊണ്ട് മുറുക്കിക്കെട്ടലാണ്. ഇത് വേഗം മാറാനായി നാനാസാഹിബ് ചന്ദ്രോർക്കർ ബാബയോട് പട്ടീസ് അഴിച്ച് ഡോക്ടർ പരിശോധിച്ച് ചികിത്സിക്കുവാനായി പലതവണ കെഞ്ചി അപേക്ഷിച്ചു. ബാബ സമ്മതിക്കാതെ അള്ളയാണ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഒരിക്കലും കൈ പരിശോധിക്കുവാൻ അവസരം കൊടുത്തില്ല. ഡോക്ടർ പരമാനന്ദിന്റെ മരുന്ന് ശ്രുതിയിലെ വായുസ്പർശം പോലും തുറക്കാത്ത കാരണം ഏറ്റില്ല. പക്ഷേ ഡോക്ടർക്ക് ബാബയെ ദർശിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഭഗോജിയുടെ ചികിത്സ ദിവസവും നടന്നു. കുറച്ചു ദിവസത്തിനകം പൊള്ളലുണങ്ങി എല്ലാവരും സന്തുഷ്ടരായി. വല്ല വേദനയും പിന്നെ ഉണ്ടായിരുന്നുവോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാ രാവിലെയും ഭഗോജി പട്ടീസ് അഴിച്ച് നെയ്യ് കൂട്ടി തലോടി പട്ടീസ് മുറുക്കിക്കെട്ടൽ തുടർന്നു. ഇത് സായിബാബയുടെ സമാധി വരെ മുടങ്ങാതെ നടന്നു. പരമസിദ്ധനായ സായിബാബയ്ക്ക് ഈ ചികിത്സ വേണ്ടിയിരുന്നില്ലെങ്കിലും തന്റെ ഭക്തന്റെ ഉപാസന മുടങ്ങാതെ നടക്കാൻ ഭഗോജിയുടെ സേവനം അനുകമ്പ കൊണ്ട് മാത്രം നിത്യവും സ്വീകരിക്കുകയായിരുന്നു. ബാബ ലണ്ടി തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഭഗോജി ബാബയ്ക്ക് കുട പിടിച്ച് കൂടെ പുറപ്പെടുമായിരുന്നു. എല്ലാ രാവിലെയും സായിബാബ ധുനിക്കടുത്ത് തൂണിനടുക്കലിരിക്കുമ്പോൾ ഭഗോജി ഹാജരായി സേവനം നടത്തി വന്നു. ഭഗോജി കഴിഞ്ഞ ജന്മം ഒരു പാപിയായിരുന്നു. അതുകാരണം കുഷ്ഠം പിടിച്ച് വിരൽ മുരടിച്ച് ദേഹം മുഴുവൻ ചലം നിറഞ്ഞു നാറുന്നുണ്ടായിരുന്നു. പുറമേക്ക് നിർഭാഗ്യവനായി കാണുമെങ്കിലും ആന്തരികമായി അയാൾ ഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു. കാരണം ഭഗോജി ബാബയുടെ പ്രധാന സേവകനും ബാബയുടെ സാമീപ്യത്തിന്റെ ഫലം നേടിയ ആളുമായിരുന്നു. ഖബർദയുടെ മകന്റെ പ്ലേഗ്. ബാബയുടെ ലീലയുടെ മറ്റൊരു ഉദാഹരണം പറയാം. അമരാവതിയിലെ ദാദാസാഹിബ് ഖബർദയുടെ ഭാര്യയും മകനും കൂടി ശ്രുതിയിൽ വന്ന് കുറച്ചു ദിവസം താമസിച്ചു. മകന് പനി വന്ന് അത് പ്ലേഗായി മാറി. അമ്മയ്ക്ക് പേടിയായി. അമരാവതിക്ക് തിരിച്ചു പോവാമെന്ന് കരുതി ബാബയെ കാണാൻ പുറപ്പെട്ടപ്പോൾ ബാബ വാടയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ തന്റെ മകൻ പ്ലേഗ് പിടിപെട്ട് കിടക്കുകയാണെന്ന് ബാബയോട് പറഞ്ഞു. ബാബ പറഞ്ഞു, സാരമില്ല, ആകാശം കാറു നിറഞ്ഞു കാണുമെങ്കിലും ഉടനെ നിർമ്മലമാവും, എല്ലാം ശരിയാവും. ഇത് പറഞ്ഞ് ബാബയുടെ കഫ്നി അരവരെ പൊക്കി അവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു. അപ്പോൾ ബാബയുടെ ദേഹത്തിൽ കോഴിമുട്ട വലുപ്പത്തിൽ പൂർണ്ണമായി വളർന്ന 4 പ്ലേഗ് കുരുക്കൾ ഉണ്ടായത് എല്ലാവരും കണ്ടു. നോക്കിൻ, എന്റെ ഭക്തന്മാർക്ക് വേണ്ടി എനിക്ക് എന്തെല്ലാം സഹിക്കണം, അവരുടെ ദുഃഖം എന്റെ ദുഃഖമാണ് എന്നും പറഞ്ഞു. ഇത് കണ്ട് ഋഷിമാർ ഭക്തന്മാർക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടിനെ പറ്റി കാണികൾക്ക് ബോധ്യം വന്നു. ഋഷിമാരുടെ മനസ്സ് ആർദ്രവും വെണ്ണയേക്കാൾ മൃദുലവുമാണ്. അവർ ലാഭേച്ഛ കൂടാതെ ഭക്തന്മാരെ സ്നേഹിച്ച് അവർ ബന്ധുക്കളാണെന്ന് കരുതുന്നു. പന്തർപൂർ യാത്രയും താമസവും. സായിബാബ എപ്രകാരം ഭക്തന്മാരെ പ്രേമിച്ചെന്നും
അവരുടെ ആഗ്രഹങ്ങളും ചലനങ്ങളും എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കിയെന്നും വിവരിച്ച് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കാം. ബാബയുടെ വലിയ ഭക്തനായ നാനാ സാഹിബ് ചന്ദ്രോർക്കർ ഖണ്ഡേഷിലെ നന്ദർബാറിൽ മാംലത്ദാർ ആയിരുന്നു. അയാൾക്ക് പന്തർപൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അദ്ദേഹത്തിൽ സായി ബാബ ഭക്തി അങ്ങനെ ഭൂമിയിലെ സ്വർഗമായ പന്തർപൂരിൽ താമസിക്കാൻ സാധ്യമായതിനാൽ ഫലവത്തായി. ഉടനെ ചാർജ് എടുക്കേണ്ടതുള്ളതിനാൽ ശ്രുതിയിൽ ആർക്കും എഴുതാതെ പെട്ടെന്ന് പുറപ്പെട്ടു. അദ്ദേഹത്തിന് തന്റെ പന്തർപൂരായ ശ്രുതിയിൽ ആരെയും മുൻകൂട്ടി അറിയിക്കാതെ വന്ന് തന്റെ വിത്തോബയായ ബാബയെ ദർശിക്കണമെന്നും എന്നിട്ട് പന്തർപൂർക്ക് പോകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ആർക്കും അദ്ദേഹത്തിന്റെ ആഗമനം വിവരം അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന ബാബ അത് മനസ്സിലാക്കിയിരുന്നു. നാനാ സാഹിബ് ശ്രുതിയിൽ നിന്ന് ഏതാനും നാഴിക അകലെയുള്ള നിമഗാവോണിൽ ഇറങ്ങിയപ്പോൾ ശ്രുതിയിൽ മസ്ജിദിൽ ചില ചലനങ്ങളുണ്ടായി. ബാബ മഹൽസാപതിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പാഷിന്റെ കാശിറാം എന്നിവരും ഉണ്ടായിരുന്നു. ബാബ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് 4 പേർക്കും ഭജന പാടാം. പന്തരിയുടെ നട തുറന്നിരിക്കുന്നു, നമുക്ക് ആനന്ദത്തോടെ പാടാം. അവർ പാടി. പാട്ടിന്റെ അർത്ഥം പന്തർപൂരിൽ പോകണം, എനിക്ക് അവിടെ താമസിക്കണം, അതെന്റെ പ്രഭുവിന്റെ ആസ്ഥാനമാണ് എന്നായിരുന്നു. ബാബ പാടും, മറ്റവർ ഏറ്റുപാടും. കുറച്ചു സമയത്തിനുള്ളിൽ നാനാ സാഹിബും കുടുംബവും വന്നെത്തി. നമസ്കരിച്ച് ബാബയോട് അവരോടൊപ്പം പന്തർപൂരിൽ വന്ന് താമസിക്കാൻ അപേക്ഷിച്ചു. ഈ ക്ഷണനം ആവശ്യമില്ലായിരുന്നു, കാരണം കൂടെ പാടിയിരുന്ന ഭക്തന്മാർ പറഞ്ഞു, ബാബ പന്തർപൂരിലേക്ക് പോവാൻ താല്പര്യം കാണിച്ചിരിക്കുകയാണെന്ന്. ഉടനെ നാനാ സാഹിബ് മനസ്സലിഞ്ഞ് ബാബയുടെ കാൽക്കൽ വീണു. പിന്നെ ബാബയുടെ അനുവാദവും ഉധിയും അനുഗ്രഹവും വാങ്ങി നാനാ സാഹിബ് പന്തർപൂർ യാത്രയ്ക്ക് പോയി. ബാബയുടെ കഥകൾ അവസാനമില്ല. ഞാൻ ഇവിടെ തൽക്കാലം നിർത്തട്ടെ. അടുത്ത അധ്യായത്തിൽ മറ്റു വിഷയങ്ങൾ പറയാനുണ്ട്. മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം, ബാബയുടെ ഭിക്ഷയെടുത്ത ജീവിതം, ബൈജാബായിയുടെ സേവനം മുതലായ കഥകൾ. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിറാം.